ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നെവിനെ ആണെങ്കിലും അക്ബറിനെ ആണെങ്കിലും ആര്യനെ ആണെങ്കിലും അത്ര അങ്ങോട്ട് ഭയങ്കരമായ രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. ഒരു മോഡറേറ്റ് ലെവലില് തൊട്ട് തലോടി വിടുന്ന കാഴ്ചയാണ് കണ്ടത്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ലാലേട്ടൻ നല്ല വെടിപ്പായിട്ട് തന്നെ ലാലേട്ടൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നുവെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ തീരുമാനിക്കും, ഇത് എന്റെ സ്ഥലമാണ്, ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഹോസ്റ്റായിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നെ എടുത്ത് വെളിയിൽ കളയണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് നെവിന് പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുത്തു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം, അതിന്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്ന ഒരൊറ്റ പ്രശ്നമാണ്. അത് തിങ്കളാഴ്ച കിച്ചൺ ടീം അവര് പണി മുടക്കി. അവര് 2 നേരമേ കുക്ക് ചെയ്തുള്ളൂ. അവിടെയുള്ള വേറുള്ള ആളുകൾക്ക് ആർക്കും ഫുഡ് കൊടുത്തില്ല. 2 നേരം മാത്രം ഫുഡ് കൊടുത്തു. വേറുള്ള എല്ലാ പ്രശ്നങ്ങളും അതിന്റെ ഒരു തുടർച്ച എന്ന പോലെയാണ് വന്നത്. ഇതിനെപ്പറ്റി അനീഷിനോട് ചോദിച്ച സമയത്ത് അനീഷ് പറയുന്നുണ്ട്, കിച്ചണിൽ കയറിയപ്പോ തൊട്ട് തുടങ്ങി നെവിൻ എന്തോ ബാധ കയറിയ പോലെയാണ്. മരുന്ന് കഴിക്കുന്നവരാണ് ഷാനവാസും നൂറയും ഒക്കെ. അപ്പൊ അവർക്ക് ഫുഡ് കറക്റ്റ് സമയത്തിന് കൊടുക്കേണ്ടതായിരുന്നു, അവരത് കൊടുത്തില്ല. എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ്. അനീഷ് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. ഈ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്, ബ്രെഡ് പാലിൽ മുക്കി കഴിച്ചതായിട്ടൊക്കെ ഞങ്ങൾ കണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അക്ബറിന്റെ അടുത്ത്. അത് അവര് കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പൊ അക്ബറിന് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു, ബബ്ബ വെച്ചോണ്ടിരിക്കുകയായിരുന്നു അവിടെ. ശരിക്കും അനീഷ് സ്കോർ ചെയ്തു. കാരണം അനീഷ് പറഞ്ഞതാണ് ഇതിനകത്ത് കറക്റ്റ്. എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ തുടക്കത്തിൽ നടന്ന ഈ ഒരു സംഭവമാണ്. ഇതിൽ നിന്നുമാണ് ആ ഒരു പ്രശ്നത്തിലേക്കൊക്കെ ഉള്ള ഒരു വഴി തുറന്ന് കിട്ടിയത്. ഷാനവാസ് അന്നപ്പോഴും പറയുന്നുണ്ട്, കിച്ചൺ ടീം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇവിടെ വഴക്ക് തന്നെ ഉണ്ടാവും ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രശ്നത്തിനും എല്ലാ വഴക്കുകൾക്കുമുള്ള ഒരു തുടക്കം, റൂട്ട് കോസ് എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ പ്രശ്നമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കിച്ചൺ ടീമിലേക്ക് ആരും കയറാൻ പാടില്ല, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരും, അതങ്ങ് തിന്നോണം. ഇതിന് പിന്നെ 2 നേരം ഫുഡ്, ഒരാൾക്ക് ഫുഡ് തരില്ല എന്ന് പറയുന്നു, ഡ്യൂട്ടി ചെയ്യാതെ തരില്ല എന്ന് പറയുന്നു. പിന്നെ ഫുഡ് എടുത്തോണ്ട് പോകാൻ തുടങ്ങി എച്ചിത്തരം കാണിക്കുന്നു. അത് വേറൊരാൾ കുക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഫുഡ് എടുത്തോണ്ട് പോയി, അങ്ങനെയുള്ള ആ ഒരു എച്ചിത്തരം കാണിക്കുന്നു. അപ്പൊ എന്തായാലും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു അന്ത്യശാസനം അത് നെവിന് ലഭിച്ചു. പക്ഷെ അത്രയ്ക്ക് ഭയങ്കര വഴക്കൊക്കെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് അത്രയൊന്നും പറഞ്ഞില്ല. എന്താണ് നെവിന്റെ പ്രശ്നം, എന്താണ് നെവിന്റെ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. നെവിന്റെ പ്രശ്നം അത് എന്തു തന്നെയാണെങ്കിലും ഇന്നത്തോടെ തീർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നെവിൻ ശരിക്കും ഒന്ന് പേടിച്ച് വരേണ്ട പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. എന്തായാലും നെവിന്റെ ഗെയിം ഇനി നമ്മൾ ഫ്രഷ് ആയിട്ടേ വിലയിരുത്തുകയുള്ളൂ. ഇതുവരെയുള്ള നെവിന്റെ ഗെയിം ഇത് അവസാനിച്ച പോലെ തന്നെ കണ്ട് ഫ്രഷ് ആയിട്ട് ക്ലീൻ സ്ലേറ്റോട് കൂടി തന്നെ നെവിന്റെ ഗെയിം വിലയിരുത്തും. അനുമോൾക്കെതിരെയുള്ള നെവിന്റെ ഗെയിം നല്ലപോലെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെവിനെ സപ്പോർട്ട് ചെയ്യും. അനുമോളാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അനുമോളെയും സപ്പോർട്ട് ചെയ്യും. കണ്ടിട്ട് ക്ലീൻ സ്ലേറ്റോട് കൂടി കണ്ട് വിലയിരുത്താൻ തന്നെയാണ് തീരുമാനം. ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചിട്ട് ഇനി വിലയിരുത്തുകയുള്ളൂ. അനുമോളുടെ ഗ്യാങ്ങിന്റെ ഭാഗത്താണെങ്കിലും നെവിന്റെ ഗ്യാങ്ങിന്റെ ഭാഗത്താണെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അനീഷാണ്. സാബുമാൻ പോലും ഏഷ്ണിയാണ്. ഞാൻ പറയുകയാണ്, അനീഷാണ് ഇതിനകത്ത് ഏറ്റവും ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അനീഷ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വെള്ളം തൊടാതെ വേണമെങ്കിൽ വിഴുങ്ങാം. കാരണം ആ ലെവല് ഇത്രയും സത്യങ്ങളെ അനീഷ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു പ്രശ്നത്തിൽ പ്രത്യേകിച്ചും